ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരാഴ്ചയായല്ലേ കണ്ടിട്ട്. ഞാൻ പുതിയ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇവിടെ അടച്ചു പിടിച്ച മഴയുമായിരുന്നു. നാട്ടിലും മഴയും അപകടങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോകളൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലെ ചെറിയൊരു അടുക്കളത്തോട്ടവും അവിടെ എന്തൊക്കെയാണ് പച്ചക്കറികളുള്ളത്, എന്തൊക്കെയാണ് ഈ വർഷം നമുക്ക് കിട്ടിയതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ അടുക്കളത്തോട്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. നിറച്ചും വെള്ളമൊക്കെ കെട്ടി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള ആ ലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല ഒഴുക്ക് കൂടിയിട്ടുണ്ട്. രാത്രിയിലൊക്കെ നിറച്ചും മഴയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട് രാവിലെ. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ മഴ കഴിഞ്ഞെങ്കിലും നല്ലതായിട്ട് കാറ്റുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആ ഒഴുക്ക് നന്നായിട്ട് കാണാം. മറ്റതല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ടൊക്കെ നിൽക്കും വെള്ളം കുറച്ച് നേരം. അപ്പോൾ ഇപ്പോൾ നല്ല കാറ്റും നല്ല സുഖമാണ്. രാവിലത്തെ വെതറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, അടുക്കളത്തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ നേരെ പുറകിലുള്ള ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊരു മുല്ലച്ചെടിയാണ്. ഇത് ഞങ്ങൾ വിൻ്റർ സീസണിൽ എടുത്ത് അകത്ത് വയ്ക്കും. സമ്മർ സീസണിൽ എടുത്ത് വെളിയിൽ വയ്ക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൂവിടുകയൊക്കെ ചെയ്യും. നല്ല വാസനയാണ് ഈ മുല്ലപ്പൂവിന്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 7-8 വർഷമായിട്ട് ഞങ്ങൾക്കുള്ള ഒരു മുല്ലച്ചെടിയാണ്. അത് എല്ലാ വർഷവും സമ്മറിൽ അതിനെ എടുത്ത് വെളിയിൽ വയ്ക്കും. പിന്നെ നമ്മളത് വിൻ്റർ ആകുമ്പം എല്ലാം വൃത്തിയാക്കിയിട്ട് അകത്ത് കയറ്റി വയ്ക്കും. അപ്പോൾ അത് ഡോർമെൻ്റ് ആയിരിക്കും, അന്നേരം പൂക്കളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ സമ്മറിൽ ഇപ്പോൾ നല്ല ധാരാളം മുല്ലപ്പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ദിവസവും ഇപ്പം. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പ് ഭാഗമാണ്. അപ്പോൾ ഇവിടെ രാവിലെ 6:30 ആയതുകൊണ്ട് ഓരോരുത്തരൊക്കെ ഓടാനൊക്കെ പോകുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ നമുക്കുള്ള ചെടികളെന്ന് പറയുന്നത് ഡെയ്സി പോലത്തെ വെറൈറ്റിയാണ്. അത് ധാരാളം ഉണ്ടാവും. കുറച്ചൊക്കെ ഞങ്ങൾ ഒത്തിരി കാട് പോലെ നിന്നതുകൊണ്ട് കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു. ഇതിൻ്റെ പേര് ബ്ലാക്ക് ഐഡ് സൂസൻ എന്നാണ്. നല്ല കളറാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പം കാണുമ്പോൾ നല്ല രസമാണ്. ഇത് അസേലിയാണ്. പിങ്ക് പൂക്കളാണ് ഇതിലുള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പക്ഷെ അധികം നാൾ നിൽക്കില്ല. ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത് മിക്കവാറും പിന്നെ പൂക്കളുണ്ടാവില്ല, പിന്നെ ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്. പിന്നെ 2-3 വെറൈറ്റി ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ എണ്ണ കാച്ചാൻ വേണ്ടിയും താളിക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും ചെമ്പരത്തി നട്ട് വളർത്തുന്നത്. അപ്പോൾ ഇത് ഈ വർഷം വെച്ചതാണ് ആക്ച്വലി, അതുകൊണ്ടാണ് അത് ചെറുതായിട്ട് നിൽക്കുന്നത്. പക്ഷേ വേറെയും നമുക്ക് പല ചെമ്പരത്തി, പല വയലറ്റ് കളറിലുള്ളതുണ്ട്, റോസ് കളറ്, റെഡ് കളറ്, പല കളറിലുള്ള ചെമ്പരത്തികളുടെ ഒരുപാട് വെറൈറ്റി നമുക്കുണ്ട്. അതെല്ലാ വർഷവും വിൻ്റർ കഴിഞ്ഞാലും അത് വീണ്ടും തിരിച്ചു വരും. പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഹൈഡ്രേഞ്ചിയാണ്. അതിൻ്റെ ഒരു വയലറ്റ് കളറാണ്. ഇത് ചട്ടിയിൽ ഞങ്ങൾ വാങ്ങിയതാണ്. ഇത് കുഴിച്ച് വെക്കണം. അപ്പോൾ അടുത്ത വർഷം ഇത് വീണ്ടും പൊട്ടിമുളച്ച് വരും. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടമാണ്. അത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. കൂടുതലും ഗ്രോ ബാഗുകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് സുക്കീനി പ്ലാന്റ് ആണ്. അതിൽ പൂക്കളെല്ലാം ഇട്ട് ചെറിയ കായ്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം പച്ചക്കറികളുടെയൊക്കെ കുറച്ച് ക്ലിപ്സും കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാകമായതിനു ശേഷം ഒരു ഹാർവെസ്റ്റിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് എന്തൊക്കെയാണ് ശരിക്കും പാകമായിട്ട് കിട്ടിയത്. ഇത് വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ആയി വരുന്നു. മിക്കവാറും എല്ലാ ദിവസവും വെണ്ടയ്ക്ക ഇപ്പോൾ കിട്ടാറുണ്ട്. നമുക്ക് കറി വയ്ക്കാനൊക്കെ ധാരാളം. ഇത് ഉരുളക്കിഴങ്ങാണ്. ഈ കൊല്ലം ഞാൻ 2 ബാഗിലാണ് ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കുന്നത്. ഇത് തക്കാളിയാണ്. തക്കാളിയുടെ പല വെറൈറ്റി ഉണ്ട്. ഇത് റോമ ടൊമാറ്റോ എന്ന് പറയും. സാലഡിനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ 2-3 അത് വേറെ വെറൈറ്റി ഉണ്ട്. നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ വെക്കുന്ന വലിയ ടൊമാറ്റോ ആണിത്. പിന്നെ യെല്ലോ കളറിലുള്ള ടൊമാറ്റോയും ഉണ്ട്. അങ്ങനെ പല പല വെറൈറ്റിയിലുള്ള 3-4 എണ്ണം ഉണ്ട്. ഇത് നമ്മുടെ അച്ചിങ്ങാപ്പയറാണ്, വള്ളിപ്പയർ. ഇതും തക്കാളി തന്നെയാണ്. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ കുക്കുംബറിന് വേണ്ടി അത് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇത് കൂട് പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഈ കുക്കുംബറിൻ്റെ പ്ലാന്റുകളെ പടർത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലിങ്ങനെ അതിങ്ങനെ തൂങ്ങി വളരാനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുക്കുംബർ ഉണ്ടോ അങ്ങനെയാണത് കൂടുതലുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും 3-4 വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അതുകൊണ്ട് സാലഡ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം.
ഇത് പിന്നെ എനിക്ക് 2 തരത്തിലുള്ള മുളകാണുള്ളത്. ഒന്ന് എരിവുള്ള മുളകുണ്ട്, പിന്നെ ഒന്ന് ബജി മുളകുണ്ട്. രണ്ടും ഇപ്പം ഒത്തിരി കിട്ടുന്നുണ്ട് ഈ വർഷം. ചില വർഷം നന്നായിട്ട് വരും, എല്ലാ വർഷവും എല്ലാം ഒന്നും നന്നായിട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിക്കവാറും എല്ലാം ഗ്രോ ബാഗിൽ തന്നെ വെച്ചിരിക്കുന്നത്. 2 എണ്ണം റേസ് ബെഡിലാണ്. ഇത് കുറച്ചും കൂടി ചെറിയ ടൊമാറ്റോസാണ്. ഇത് ചെറുതാണ് കേട്ടോ, ചെറിയ ടൊമാറ്റോസാണ്, സാലഡിനൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള. ഇത് വഴുതനങ്ങയാണ്, വെള്ള വഴുതനങ്ങയാണ്. അതും ഇപ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുവിധം വലിയ വഴുതനങ്ങയാണ്. അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെയൊക്കെ നല്ലൊരു കറിക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ല വഴുതനങ്ങയാണ്. അതും ഈ വർഷം 2-3 പ്ലാന്റ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചധികം കിട്ടുന്നുണ്ട്. ഇതൊരു മത്തൻ്റെ വെറൈറ്റിയാണ്. ഇത് ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറയും ഇവിടെ. അത് നമുക്ക് കറി വയ്ക്കാനും മത്തങ്ങ കറി പോലെയൊക്കെ വെക്കാൻ നല്ലതാണ്. ഇത് തണ്ണിമത്തനാണ്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഞാൻ ലേറ്റായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. ഇത് ആക്ച്വലി ഒരു സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും മിക്കവാറും പാകമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ചെറുതാണ് ശരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ലെമൺ ബോയ് എന്ന് പറയുന്ന യെല്ലോ കളറിലുള്ള ടൊമാറ്റോ ആണത്. അത് സാലഡിനൊക്കെ വളരെ ടേസ്റ്റിയാണ്, നമ്മൾ കറി വയ്ക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ കൂടുതലും സാലഡിനൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വർഷം അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുടെ അളവനുസരിച്ചാണ്. മഴ കൂടുതലുള്ള വർഷങ്ങളിൽ കൂടുതൽ നന്നായിട്ട് മുന്തിരിങ്ങ ഉണ്ടാവും. ഇത് കോൺകോർഡ് ഗ്രേപ്സ് ആണ്, കുരുവുള്ള മുന്തിരിങ്ങയാണ്. ഇതൊരു സെപ്റ്റംബർ അവസാനം ഏർലി ഒക്ടോബറിലേക്ക് നല്ല പർപ്പിൾ കളറാവുന്ന തരത്തിലുള്ള മുന്തിരിങ്ങയാണ്. അതുകൊണ്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതുകൂടാതെ ഞാൻ 1-2 റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, പിക്കിൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു വെറൈറ്റി റെസിപ്പിയും ഇനി ഇടുന്നതായിരിക്കും. അപ്പം ഈ മുന്തിരിങ്ങ വെച്ച് പച്ചയായിട്ടും പല റെസിപ്പികളും ഞാൻ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജാം, ജെല്ലി അങ്ങനത്തെ കാര്യങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാം. എല്ലാ വർഷവും ഇല്ല, ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായില്ല ഇത്രയും മുന്തിരിങ്ങ, പക്ഷെ ചില വർഷം നന്നായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഓർത്തു, ഇത് പിറ്റത്തെ ശനിയാഴ്ചയായിരുന്നു. അപ്പം ഞാൻ ഓർത്തെന്നാൽ നിങ്ങളെ ഞാൻ പച്ചക്കറി ഒന്ന് പറിക്കുന്നതും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. ഒരുവിധം എല്ലാം നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുക്കുംബറൊക്കെ ഒരു ദിവസം ചിലപ്പോൾ 3-4 ഒക്കെ കിട്ടും. ചില വർഷം നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വരും. കഴിഞ്ഞ വർഷം എനിക്ക് പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം എന്തോ അതൊക്കെ ഇട്ടു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല ഈ വർഷം. ഒന്നാമത് ലേറ്റായിട്ടായിരുന്നു, ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മെയ് മാസത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആദ്യം ഇട്ടതൊക്കെ കുറച്ച് പിടിക്കാതെയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം പടവലങ്ങയില്ല, പാവയ്ക്കയില്ല. ബാക്കി മിക്കവാറും വെണ്ടയ്ക്ക അങ്ങനത്തെ വെജിറ്റബിൾസാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഈ വർഷം. മിക്കവാറും നമുക്ക് അതാത് ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള കറിക്കുള്ള ആവശ്യത്തിനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അതായത് ഇപ്പം വെണ്ടയ്ക്ക ആണെങ്കിലും അതുപോലെ തക്കാളി ആണെങ്കിലും വഴുതനങ്ങ ആണെങ്കിലും പിന്നെ ഒരു ഇപ്പം സീസണായിട്ട് വരുന്നുണ്ട്. എനിക്ക് 2-3 ക്യാബേജിൻ്റെ ഞാൻ ചട്ടിക്കകത്ത് വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 അത് തണുപ്പ് വെറൈറ്റിയാണ്. അപ്പോൾ ഈ ചൂടങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് മിക്കവാറും ഇപ്പം ഓരോന്നൊക്കെ ആയിട്ട് കിട്ടിത്തുടങ്ങുന്നുണ്ട്. പിന്നെ പച്ചമുളക് കിട്ടാറുണ്ട് ഡെയിലി. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നമ്മുടെ സമ്മറിലെ കാര്യങ്ങളെല്ലാം ഈ ചെറിയ അടുക്കളത്തോട്ടം കൊണ്ട് തന്നെ നടന്നു പോകും. പോരാത്തത് മാത്രം നമ്മൾ വാങ്ങിയാൽ മതി ആക്ച്വലി. പിന്നെ ഇത് സുക്കീനിയാണ്. ഇത് നമുക്ക് നൂഡിൽസ് പോലെ സുക്കീനി പാസ്ത ഉണ്ടാക്കാം, അതുപോലെ ബ്രെഡ്, അങ്ങനെ പല കാര്യം. സുക്കീനി കൊണ്ട് കേക്ക് ഉണ്ടാക്കാം, മഫിൻസ് ഉണ്ടാക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുണ്ട്. ഇതൊരു വെള്ളരിക്ക പോലെ, ഉള്ളിൽ കൂടുതൽ വെള്ളമാണ്. പിന്നെ മെഴുക്കുവരട്ടിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ അതങ്ങ് ചുങ്ങിപ്പോവും. അതിലും നല്ലത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് കെയിലാണ്. കെയിൽ അതുപോലെ തോരൻ വയ്ക്കാം.
പിന്നെ നമുക്ക് വറുക്കാം, അങ്ങനെ പല റെസിപ്പീസ് നമുക്ക് അതുകൊണ്ട് ചെയ്യാം. അപ്പം അതൊക്കെ, അതുപോലെ ഞാൻ സുക്കിനിയുടെ പൂക്കൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുട്ട മുക്കി വറുക്കാൻ വേണ്ടി വളരെ ടേസ്റ്റിയാണ് പൂക്കൾ. പിന്നെ വെണ്ടയ്ക്ക എല്ലാ ദിവസവും ഇപ്പോൾ കിട്ടുന്നുണ്ട്, ദിവസവും സ്ഥിരമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ വഴുതനങ്ങയൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്: വഴുതനങ്ങ, വെണ്ടയ്ക്ക, സുക്കിനിയുടെ ഒക്കെ പൂവ്, തോരൻ വെക്കാനുള്ള ഇലകൾ, അതുപോലെ അതിനകത്ത് ചുവന്ന ചീരയൊക്കെ കുറച്ച് നിൽപ്പുണ്ട് ഇടയ്ക്ക്. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. അതും ഒക്കെ തോരൻ വെക്കാനൊക്കെ കിട്ടാറുണ്ട് നമുക്ക്. അപ്പോൾ ഞാനതെല്ലാം പറിച്ചെടുത്തിട്ട് വീട്ടിലേക്ക് ഇനി പോരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയുള്ള ഇതുപോലുള്ള നല്ല വ്ളോഗുകളുമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ മഴ ആയിരുന്നതുകൊണ്ടാണ് അത്ര വലിയൊരു വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും പറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ളൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.